ശ്രീ കെ എസ് ഗോപകുമാർ മുൻ സിൻഡിക്കേറ്റ് അംഗം ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ഗോപകുമാർ, പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താമെന്ന വ്യവസ്ഥയുണ്ട് എന്നതാണ് സർക്കാരിൻ്റെ വാദം. അതിന്ന് കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത് നിരാകരിക്കപ്പെട്ടു എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. പക്ഷേ അതിനകത്തൊരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ പരീക്ഷ കഴിഞ്ഞ് സ്കോർ പ്രസിദ്ധീകരിച്ച ശേഷം എത്രത്തോളം മാറ്റം ആകാം എന്നൊരു ചോദ്യം ഇവിടെ മുഴച്ചു നിൽക്കുന്നില്ലേ? ഇവിടെ ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഒരു പരീക്ഷയോ എഴുതാൻ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഏത് ഘട്ടത്തിലാണോ ആ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പ്രോസ്പെക്ടസ് ആണ് ബേസിക്കലി അതിനു വേണ്ടിയുള്ള അടിസ്ഥാന രേഖയായി വച്ചിരിക്കുന്നത്. ആ പ്രോസ്പെക്ടസിന് കൃത്യമായി 1:1:1 എന്ന് പറയുന്നതും അത് കഴിഞ്ഞ് അനുപാതം മാറ്റുന്ന അവസ്ഥയും ഉണ്ടാകുമ്പോൾ ഈ പ്രോസ്പെക്ടസിനകത്ത് നമ്മൾ ഏതൊരു ആപ്ലിക്കേഷനും സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷനിൽ പറയുന്ന പ്രോസ്പെക്ടസിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതിന് കൃത്യമായി മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ പ്രോസ്പെക്ടസ് ഫെബ്രുവരിയിൽ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഇട്ടു, ഏപ്രിൽ 1-ാം തീയതി എക്സാമിനേഷൻ നടന്നു, അത് കഴിഞ്ഞ് മെയ് 1-ാം തീയതി സ്കോർ പ്രിപ്പയർ ചെയ്തു, അത് കഴിഞ്ഞ് 1 വീക്കിനകത്ത് സർട്ടിഫിക്കറ്റുകൾ +2 ലഭ്യമാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കാലതാമസമുണ്ടായി, അത് കഴിഞ്ഞ് അപ്ഡേഷൻ നടത്തി, മാർക്കിൻ്റെ അപ്ഡേഷൻ ഉണ്ടായി. അതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ തീരുമാനം നടപ്പിലാക്കിയത്. ഇത് ആക്ച്വലി യഥാർത്ഥത്തിൽ ഇത് മാത്തമാറ്റിക്സിൻ്റെ മാർക്കും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും, ഞാനൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന ആളും നമ്മൾ എൻട്രൻസിൻ്റെ സമയത്ത് എൻട്രൻസൊക്കെ എഴുതിയ ആളുമുണ്ട്. ഇവിടെ മാത്തമാറ്റിക്സിൻ്റെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഒക്കെ തന്നെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വേരിയേഷനാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഈ റേഷ്യോ മാറുകയും സ്റ്റാൻഡർഡൈസേഷൻ ഫോമിലെയും നോർമലൈസേഷൻ ഫോമിലെയും ഒക്കെ തന്നെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും ഇത് ബാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു +1 വിദ്യാർത്ഥി +1 ആരംഭിക്കുമ്പോൾ മുതൽ +2വിലും ആ 2 വർഷക്കാലത്തെ ജോഷുവ ജേക്കബ് ഞാൻ പറയുന്ന അഭിപ്രായമാണ് ആ ജോഷുവ ജേക്കബുള്ളത്. ജോഷുവ ജേക്കബ് +1 ആരംഭിക്കുമ്പോൾ ജോഷുവ ജേക്കബ് +2 കഴിയുമ്പോൾ തൻ്റെ മാർക്ക് ആ സമ്പാദിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പ്രോസ്പെക്ടസും ഈ പറയുന്ന റേഷ്യോയും ഈ പറയുന്ന നോർമലൈസേഷൻ ഫോമിലെയും ഈ പറഞ്ഞ സ്റ്റാൻഡർഡൈസേഷൻ ഫോമിലെയും എല്ലാം അഡാപ്റ്റ് ചെയ്യുന്ന അവിടെയാണ്. ആ +2വിൽ മാർക്ക് ചെയ്ത്, അതായത് തനിക്ക് ഈ പറഞ്ഞ റേഷ്യോ ഈക്വലൈസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ തങ്ങൾക്ക് ഈക്വലായിട്ട് മതി, അല്ലെങ്കിൽ റേഷ്യോ കൂടുന്നതാണെങ്കിൽ അതിൽ പർട്ടിക്കുലർ മാത്സ് സബ്ജക്റ്റിനാണെങ്കിൽ ആ മാത്സ് സബ്ജക്റ്റ് എനിക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നുവെന്നും, അല്ലായെങ്കിൽ ICSEയിലും CBSEയിലും പഠിച്ച കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് തങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പോകുന്ന ആ റേഷ്യോ ഇതാണ് എന്ന് പ്രോസ്പെക്ടസ് എന്ന ആപ്ലിക്കേഷൻ അവിടെയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. കോടതിയും വേറെ ഒരു കാര്യങ്ങളിലേയും കടന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നുമല്ല. ശ്രീ പ്രേമചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായി മാത്രമാണ് ഈ വിഷയത്തെ കണ്ടത്. പ്രായോഗികമായി കാണണമായിരുന്നു എന്നൊരു ചിന്ത താങ്കൾക്കുണ്ട്. അതും ഈ വൈകിയ വേളയിൽ ഇങ്ങനെ ഒരു ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തീരുമാനം സമാനമായി പരാജയമായപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾ ഈ സംസ്ഥാനത്തെ കലാലയങ്ങൾ വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ ദേശങ്ങളിലേക്കും പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു കഴിഞ്ഞ വർഷം പത്രസമ്മേളനത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾ മറ്റ് സർവകലാശാലകളിലേക്ക് പോകുന്നത്, മറ്റ് ദേശങ്ങളിലേക്ക് പോകുന്നത് പഠിക്കാൻ തയ്യാറാകുമെന്ന് പറയുമ്പോൾ ഇവിടെ എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നു. ഇവിടെ ഓഗസ്റ്റ് 15 മുമ്പ് AICT കൃത്യമായി ഓഗസ്റ്റ് 15 മുമ്പ് അഡ്മിഷൻ തീർക്കണമെന്ന് AICTയുടെ നിർദ്ദേശമുണ്ട്. ഈ പർട്ടിക്കുലർ പീരീഡിനകത്ത് AICT എഞ്ചിനീയറിംഗ് അടക്കം അഡ്മിഷൻ തീർക്കാൻ കഴിയില്ല, അഗ്രികൾച്ചറിന് കഴിയില്ല, മറ്റു കാര്യം കഴിയില്ല. വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ പാലായനം ചെയ്യുന്ന അവസ്ഥയാണ്. വിദ്യാർത്ഥികൾ ഈ സർവകലാശാലയുടെ നമ്മുടെ കേരളത്തിൻ്റെ എൻട്രൻസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ മറ്റ് എൻട്രൻസുകൾ പലതും എഴുതിയവർ ഫലം വന്നപ്പോൾ ആ ഫലത്തിനകത്ത് പോലും എൻട്രൻസിന് കിട്ടിയവർ ജോയിൻ ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ കോടതിയിൽ പോകേണ്ടവെന്ന ആവശ്യം ഒറ്റ കാര്യം മാത്രം അവർ കൃത്യമായി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഞങ്ങൾ മുന്നിൽ വെച്ച ആ പ്രോസ്പെക്ടസിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ബാക്കിയെല്ലാം കോടതി ബാക്കിയൊന്നും വ്യാഖ്യാനം ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. കോടതി പൂർണ്ണമായി നിരാകരിച്ചത് ഈ വിദ്യാർത്ഥി VCA വെച്ച് പഠിച്ചു എന്ന് പറയുന്നു, NITയിൽ അധ്യാപകനെ വെച്ച് പഠിച്ചു എന്ന് പറയുന്നു, ഉന്നതമായ കമ്മിറ്റി 1.5 മാസക്കാലം പഠിച്ചു എന്ന് പറയുന്നു. എന്തേ ഇത് ഈ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കിത് പഠിച്ച് പൂർത്തിയാക്കി ഈ സർക്കാർ സംവിധാനത്തിന്, ഭരണ സംവിധാനത്തിന് ഒരു പ്രോസ്പെക്ടസ് ക്രിയേറ്റ് ചെയ്തുകൂടെ?
നിങ്ങളല്ലേ ഈ വിദ്യാർത്ഥികളെ ഇത്രയും വർഷത്തിൽ വന്ന കീം എഴുതി വന്ന് പ്രതീക്ഷയോട് നിൽക്കുന്ന CBSE ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, SLC ആയിക്കോട്ടെ, ഈ വിദ്യാർത്ഥികളെ എല്ലാം വിദ്യാഭ്യാസം അവതാളത്തിലാക്കുന്ന നാളെ എന്ത് എന്ന് തങ്ങൾക്ക് കിട്ടാൻ അവസരമുണ്ടായിരുന്ന ഒരു ചാൻസ് അല്ലേ ഇപ്പോൾ നഷ്ടപ്പെടുന്നത്. തങ്ങളുടെ ഭാവിയിൽ ഡോക്ടറാകേണ്ട, തങ്ങളുടെ ഭാവിയിൽ എഞ്ചിനീയർ ആകേണ്ട, തങ്ങളുടെ ഭാവിയിൽ തനിക്ക് ലഭ്യമാകേണ്ട ഒരു അവസരം ഈ പറഞ്ഞ പരീക്ഷ, ഈ പ്രോസ്പെക്ടസിലൂടെ നഷ്ടപ്പെട്ടു എന്നൊരു വിദ്യാർത്ഥികൾ ചിന്തിക്കുന്ന ഒരു സ്ഥിതിയാണ്. ശരിയാണ്, അത് വൈകിയതിൽ പാളിച്ചാണ് അങ്ങ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്ന ഈ സംസ്ഥാന സർക്കാരിന്റെ ചിന്തയെ, ആ സതുദ്ദേശപരമായ ചിന്തയെ താങ്കൾ എങ്ങനെയാണ് എടുക്കുന്നത്? എനിക്ക് തോന്നുന്നു 2011 VS സർക്കാരിന്റെ അവസാന കാലത്താണ് MA ബേബി ഇങ്ങനെ ഇതിനകത്തൊരു അസന്തുലിതാവസ്ഥയുണ്ട്, ഒരു അസമത്വവും ഒരു നീതികേടും നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് അതിങ്ങനെ പോയാൽ പോരാ എന്ന ഒരു ചിന്തയിലേക്ക് വരുന്നതും ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ മാറ്റി നോർമലൈസേഷനിലേക്ക് വരണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുന്നതിന് MA ബേബിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ എന്നെ തിരുത്തണം. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വന്നതിന് ശേഷം അതിനകത്ത് കാര്യമായ ഒരു ചർച്ചയിലേക്കും പോയില്ല. ശരിയാണ്. പിന്നീട് നമുക്ക് 2020 ഒരു ദൗർഭാഗ്യകരമായ ഒരു കോവിഡ് കണ്ടീഷൻ വന്നു. അവിടെ വെച്ച് നമുക്ക് ഈ മാർക്കിൻ്റെ കാര്യത്തിലേക്ക് ഒരു ഉദാരമായ സമീപനം കൊടുക്കേണ്ടി വന്നു. ആവറേജും കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തേണ്ടി വന്നു. പിന്നീട് ആ ഒരു സാഹചര്യം മാറിയപ്പോൾ ഈ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണെങ്കിൽ കൂടിയും ഇതിനകത്തൊരു മാറ്റം വരണം എന്നൊരു ചിന്ത ഈ സർക്കാരിനുണ്ടാകുന്നു, ഒരു സതുദ്ദേശപരമായ നിലപാടെടുക്കുന്നു. അതിലൊരല്പം വൈകിയെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു മെറിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ശരിയായ ഒരു സമീപനത്തിലേക്ക് പോകേണ്ടതായിരുന്നു നമ്മുടെ കോടതിയായാലും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ആയാലും എന്നൊരു ടേക്ക് എടുക്കുന്നുണ്ടോ നിങ്ങൾ? താങ്കൾ പറഞ്ഞത് തെറ്റായ വ്യാകരണമാണ്. താങ്കൾ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പോയ ശേഷം 9 വർഷക്കാലം ഈ ഗവൺമെൻറ് ആയിരിക്കുന്നു. 9 വർഷക്കാലം പഠനങ്ങൾ നടത്തി. 9 വർഷക്കാലം MA ബേബി പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള ഡിസ്ക്രിമിനേഷൻ നിങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടു. ഈ 9 വർഷം എടുത്തവർക്ക് എന്തിനെ ഈ പ്രോസ്പെക്ടസ്, ഈ എക്സാമിനേഷൻ റിസൾട്ടും സ്കോറും വന്ന ശേഷം ആണോ ഈ പറഞ്ഞ കോടതി വിധിയിലേക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകേണ്ടിയിരുന്നോ? ഞാൻ ചോദിക്കുന്നത് 9 വർഷം ഈ കണക്കുകൾ പറഞ്ഞ് മുന്നോട്ട് പോയ സർക്കാരിന് ഇതൊരു മാറ്റമായി തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ ഈ വർഷത്തെ വിദ്യാർത്ഥികളെ അവതാളത്തിലാക്കാതെ ഈ പ്രോസ്പെക്ടസ് ഫെബ്രുവരിയിൽ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുൻപേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കുട്ടികൾ ചെല്ലുമ്പോൾ ആ ആപ്ലിക്കേഷൻ സബ്മിറ്റ് സമയത്ത് അതിൽ 11(b) എന്ന് പറയുന്ന ആ ക്ലോസ് അടക്കമുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ടുള്ള ആ പ്രോസ്പെക്ടസ് കൃത്യമായി പ്രതികരിക്കേണ്ടതാണ്. അത് ഒരു വിദ്യാർത്ഥി ആപ്ലിക്കൻ്റ്, ഏതൊരു ആപ്ലിക്കൻ്റ്, എൻട്രൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഡ്മിഷന് പോകുന്ന ആപ്ലിക്കൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ജോബുമായി ബന്ധപ്പെട്ട് പോകുന്ന ആപ്ലിക്കൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ആളിനും അവിടുത്തെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന പ്രോസ്പെക്ടസ് ആണ് ഇന്ന് നാട്ടിലെ നിയമപ്രകാരം കൃത്യമായിരിക്കുന്നത്. അത് ബോധ്യമില്ലാത്ത ഗവൺമെൻറ് കൃത്യമായി ഈ പ്രോസ്പെക്ടസ്, നിങ്ങൾ നേരത്തെ ചോദിച്ചു, ഞാൻ 2 കാര്യം കൂടെ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് നിർത്താം. ഒന്ന്, ഇപ്പോൾ 4 വർഷം ഡിഗ്രി ആക്കി എല്ലാം മാറ്റി, 4 വർഷം 4 ഇയർ ഡിഗ്രി ആക്കി മാറ്റി. ആ 4 ഇയർ ഡിഗ്രി മാറ്റിയ സ്ഥലത്ത് 4th ഇയർ എന്ന് പറഞ്ഞ റിസർച്ചാണ്. എല്ലാ സർവകലാശാലയിലും കേരളം മുഴുവൻ എല്ലാ കോളേജുകളിലും 3 ഇയർ ഡിഗ്രിയിൽ നിന്ന് 4 ഡിഗ്രിയിൽ മാറ്റി. ഇപ്പോൾ 2nd ഇയർ കഴിഞ്ഞു. 4th ഇയർ റിസർച്ച് വരുന്ന സ്ഥലത്ത് അതിനു വേണ്ടിയുള്ള ഫെസിലിറ്റീസ് ആ കുട്ടികൾക്ക് 4ാമത്തെ വർഷം വരുന്ന കുട്ടികൾക്ക് ഇരിക്കാനുള്ള ക്ലാസ് റൂം അടക്കമുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്ന് നാളിതുവരെ ഈ ഗവൺമെൻറ്, ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ എയ്ഡഡ് കോളേജുകളിൽ, ഗവൺമെൻറ് കോളേജുകളിൽ, സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ഒന്ന് വിളിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ PGയുമായി ബന്ധപ്പെട്ട് ഡിഗ്രിയും PGയും, ഡിഗ്രിയുടെ 1 അവറിനെ PGക്ക് 1.5 അവറായിട്ടാണ് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. PG ആ 1.5 എന്ന് വെച്ചാൽ PGക്കുള്ളത് എക്സ്ട്രാ പറയുന്നത് പ്രിപ്പയർമെൻറ്റും കൂടെ ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് പ്രിപ്പയർമെൻറ്റും കൂടെ ഉള്ളതുകൊണ്ട് ആ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവറിനെ 1.5 അവറാക്കി കൺസിഡർ ചെയ്യുന്നതിൻ്റെ ചർച്ച കഴിഞ്ഞ 6-7 വർഷക്കാലമായി നടക്കുക. വിദ്യാഭ്യാസ വകുപ്പിനകത്ത്, ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിരവധിയായ കാര്യങ്ങൾ, എക്സാമ്പിളായി പറഞ്ഞാൽ പല കാര്യങ്ങൾ തീരുമാനമുണ്ട്. ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾ സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എൻട്രൻസ് ചെയ്ത് വരുന്ന വിദ്യാർത്ഥികൾ പലരും ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നല്ല സ്കോറുള്ള ആളുകൾ ഇന്ന് കേരളത്തിലെ ഒരു സർവകലാശാലയിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടന്നു വരുന്നില്ല.